بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين، ما بعد. قال الإمام النجدي رحمه الله: باب ما جاء في حماية النبي صلى الله عليه وسلم حمى التوحيد وسده طرق الشرك. ما جاء في حماية النبي صلى الله عليه وسلم حمى التوحيد وسده طرق الشرك. തൗഹീദിന്റെ മേച്ചിൽ പുറങ്ങളെ സംരക്ഷിക്കുന്നതിലും അതിലേക്കുള്ള വഴികളെ, അതായത് ശിർക്കിന്റെ വഴികളെ അടക്കുന്നതിലും, തൗഹീദിന്റെ മേച്ചിൽ പുറങ്ങളെ സംരക്ഷിക്കുന്നതിലും ശിർക്കിന്റെ വഴികളെ അടക്കുന്നതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള പരിശ്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അധ്യായം. അൽ ഹിമായ ഹിയൽ ഹിറാസ. ഹിമായ എന്ന് പറഞ്ഞാൽ ഹിറാസ എന്നർത്ഥം, സംരക്ഷണം. قال رحمه الله عن عبد الله بن الشخير رضي الله عنه قال: انطلقت في وفد بني عامر إلى النبي صلى الله عليه وسلم فقلنا: أنت سيدنا. فقال: السيد الله تبارك وتعالى. അബ്ദുല്ലാഹ് ബിൻ ഷിഖീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഞാൻ ബനു ആമിർ ഗോത്രത്തിന്റെ നിവേദക സംഘത്തോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പുറപ്പെട്ടു. ഇൻതലഖ്തു ഫീ വഫ്ദി ബനി ആമിർ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റ 9-ാം വർഷത്തിലാണ്. ഹിജ്റ 9-ാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് നിവേദക സംഘങ്ങൾ ധാരാളമായി കൊണ്ട് വന്നത്. അപ്പോൾ ആ വർഷത്തെ ആമുൽ വുഫൂദ് എന്ന് വിളിക്കപ്പെടുന്നു. ഹിജ്റ 9-ാം വർഷം, ആമുൽ വുഫൂദ്. അങ്ങനെ ബനു ആമിർ ഗോത്രക്കാരുടെ കൂടെ അവരുടെ നിവേദക സംഘത്തോടൊപ്പം ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയി. ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അൻത സയ്യിദുന, താങ്കൾ ഞങ്ങളുടെ സയ്യിദാണ്, നേതാവാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം: അസ്സയ്യിദു അല്ലാഹു തബാറക വതആല. അല്ലാഹു ആണ് അസ്സയ്യിദ്, അല്ലാഹു തബാറക വതആലയാണ് അസ്സയ്യിദ്. ഖുൽന വഅഫ്ളലുനാ ഫദ്ലൻ, ഞങ്ങളിൽ വെച്ച് ശ്രേഷ്ഠത കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് താങ്കളാണ്. വഅദമുനാ തൗലൻ, ഔദാര്യം കൊണ്ട് ഏറ്റവും ഉന്നതനായിട്ടുള്ളവൻ താങ്കളാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം: ഖൂലു ബിഖൗലിക്കും ഔ ബഅദി ഖൗലിക്കും. നിങ്ങൾ പറയുന്നതെന്തോ നിങ്ങൾ പറഞ്ഞുകൊള്ളുക, അല്ലെങ്കിൽ പറഞ്ഞതിൽ ചിലതോ നിങ്ങൾ പറഞ്ഞുകൊള്ളുക. വലാ യസ്തജ്രിയന്നക്കും അശ്ശൈത്വാൻ, ശൈത്വാൻ നിങ്ങളെ കൊണ്ടുപോകാതിരിക്കട്ടെ. റവാഹു അബൂ ദാവൂദ് ബിസനദിൻ ജയ്യിദ്. റവാഹു അബൂ ദാവൂദ് ബിസനദിൻ ജയ്യിദ്. ഖാല വൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നാസൻ ഖാലു. അനസ് റളിയല്ലാഹു അൻഹു ഹദീസിന് ചില ആളുകൾ പറഞ്ഞു: യാ റസൂലല്ലാഹ്, യാ ഖൈറനാ വബ്ന ഖൈരിനാ വസയ്യിദനാ വബ്ന സയ്യിദിനാ. അല്ലാഹുവിന്റെ റസൂലേ, യാ ഖൈറനാ വബ്ന ഖൈരിനാ, ഖൈറായിട്ടുള്ളവനെ, ഖൈറായിട്ടുള്ളവന്റെ മകനെ, വസയ്യിദനാ വബ്ന സയ്യിദിനാ, ഞങ്ങളുടെ നേതാവേ, നേതാവിന്റെ മകനെ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം: യാ അയ്യുഹന്നാസ് ഖൂലു ബിഖൗലിക്കും ഔ ബഅദി ഖൗലിക്കും. നിങ്ങൾ പറഞ്ഞുകൊള്ളുക, പറഞ്ഞതിൽ നിന്ന് ചില നിങ്ങൾ പറഞ്ഞുകൊള്ളുക. വലാ യസ്തഹ്വിയന്നകും അശ്ശൈത്വാൻ, ശൈത്വാൻ നിങ്ങളെ പ്രലോഭിപ്പിക്കാതിരിക്കട്ടെ. അന മുഹമ്മദുൻ അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ മുഹമ്മദ് ആണ്, അള്ളാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ്.
മാ ഉഹിബ്ബു അൻ തർഫഊനി ഫൗക മൻസിലതി അല്ലതി അൻസലനി അല്ലാഹ് അസ്സ വജൽ. അല്ലാഹു തആല എനിക്ക് എന്ത് സ്ഥാനമാണോ പദവിയാണോ നൽകിയിട്ടുള്ളത് അതിന്റെ മേലെ എനിക്ക് നിങ്ങൾ പദവി ഉയർത്തുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. റവാഹു നസാഇ ബിസനദിൻ ജയ്യിദ് വഹുവ ഫി സ്വഹീഹിൽ മുസ്നദ് ഷൈഖ് അൽ ഇമാം അൽ വാദിഇ റഹ്മഹുല്ലാഹ്. ഈ ബാബ് കൊണ്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാഹ് ഉദ്ദേശിക്കുന്നത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ ഗുലൂ ഫി ശഖ്സി ഹിമായതൻ ലിത്തൗഹീദ് വസദ്ദൻ ലിതുറുഖി ശിർക്ക്. വ്യക്തികളിൽ അതിര് കവിയുക എന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അതിര് കവിയുന്നതിനെ അവിടുന്ന് വിരോധിച്ചു. എന്ത് കാരണത്താലാണ്? ഹിമായതൻ ലിത്തൗഹീദ്, തൗഹീദിനെ സംരക്ഷിക്കാൻ, ഷിർക്കിലേക്ക് എത്തുന്ന വഴികളെ അടക്കാൻ അവിടുന്ന് വ്യക്തികളിൽ അതിര് കവിയുന്നതിനെ വിരോധിച്ചു. അല്ലാ യതഅല്ലഖ ബിശഖ്സിഹി വയദ്ഉഹു വയൽതജിഉ ഇലൈഹി വയظنഹു അന്നഹു യൻഫഉഹും ഔ യദുറുഹും. അങ്ങനെ വ്യക്തികളിൽ ഭരമേൽപ്പിക്കുക അല്ലെങ്കിൽ വ്യക്തികളുമായി ബന്ധപ്പെടുക, ഹൃദയത്തെ വ്യക്തികളുമായി കൊണ്ട് ബന്ധിപ്പിക്കുകയും അവരോട് ദുആ ചെയ്യുകയും അവരിലേക്ക് അഭയം തേടുകയും അവർക്ക് ഉപകാരം ചെയ്യാൻ ഉപദ്രവം ചെയ്യാനും സാധിക്കും എന്ന് വിചാരിക്കുകയും ചെയ്യുക. അങ്ങനെ ആ വ്യക്തി ശിർക്കിലേക്ക് എത്തിപ്പെടും. ആ വഴികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടച്ചു. അതാണ് ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. فالنبي صلى الله عليه وسلم قال ما أحب أن ترفعوني فوق منزلتي التي أنزلني الله. അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നൽകിയിട്ടുള്ള പദവിയേക്കാളും കൂടുതലായി കൊണ്ട് തന്റെ സ്ഥാനം ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അന അബ്ദുല്ലാഹി വ റസൂലു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ്. ഫലാ യജൂസു തമാദുഹ്, അതായത് പരസ്പരം ഈ തരത്തിലുള്ള പുകഴ്ത്തൽ പാടില്ല. അതിൽ ഗുലൂ ആകുന്നതും പാടില്ല, അതിൽ കവിയാനും പാടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള പുകഴ്ത്തലുകളെ വിരോധിച്ചു. ബൽ വഖാല അല്ലദീ മദഹ അഖാഹു ഖാൽ വൈലക് ഖതഅത ഉനുഖ സാഹിബ. തന്റെ സഹോദരൻ അപ്രകാരം പുകഴ്ത്തിയ ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ സഹോദരന്റെ കഴുത്തൊടിച്ചിരിക്കുന്നു. വഫീ ഹദീസ് വഇയ്യാകും വത്തമാദുഹ ഫഇന്നഹു الذبح. ഈ തമാദുഹിന് എങ്ങനെയുള്ള പുകഴ്ത്തൽ, അതിനെ നിങ്ങൾ സൂക്ഷിക്കുക, തീർച്ചയായും അത് ദബ്ഹാണ്, അറവാണ്, അറുക്കുന്നത് പോലെയാണ്. ആ കാര്യത്തിൽ ഹെർസ് കാണിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. താല്പര്യം കാണിക്കുക, അതുമായി ഉത്സാഹം കാണിക്കുക കാര്യത്തിൽ. ولذلك قال النبي صلى الله عليه وسلم فإنه الذبح. അത് അറവാണ്. لأن المذبوح هو الذي يفتر عن العمل والمدح يوجب الفطور أو لأن المدح يوجب العجب والكبر. അങ്ങനെ ആ നിലക്ക് മദ്ഹ് ചെയ്യപ്പെടുന്ന വ്യക്തി, പുകഴ്ത്തപ്പെടുന്ന വ്യക്തി, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അമലുകളിൽ നിന്നൊക്കെ അലസനായിക്കൊണ്ട് മാറും. സ്വന്തം നഫ്സിന് അത്ഭുതം കൂറും, കിബർ വരാം, അഹങ്കാരമുണ്ടാകാം. വഹുവ മുഹ്ലികുൻ കദ്ദബഹി. അങ്ങനെ അവൻ ഒരു അറവ് ചെയ്യപ്പെടുന്ന മൃഗത്തെ പോലെ ജീവനറ്റു പോകാം, അങ്ങനെ നശിച്ചു പോകാം. അതുകൊണ്ടാണ് അവിടെ ദബ്ഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫൽമദ്ഹു മദ്മൂമുൻ ലാ സിയമ ഇൻ കാന ഫീഹി മുബാലഗ. അത് മുബാലഗ, അമിതമായി കൊണ്ടുള്ളതാണെങ്കിൽ അത് ആക്ഷേപിക്കപ്പെട്ടതാണ്. പുകഴ്ത്തലിൽ അതിര് കവിയ എന്നുള്ളത് ആക്ഷേപിക്കപ്പെട്ടതാണ്. وقد ورد عن النبي صلى الله عليه وسلم
المدح المباح في الصحيحين من حديث أبي بكر رضي الله عنه صحيح نعم ممدوح ആയിട്ടുള്ള അതായത് മുബാഹായിട്ടുള്ള തരത്തിലുള്ള പുകഴ്ത്തൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ധാരാളം വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ ചിലരെ പുകഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ജായിസായ അനുവദനീയമായ തരത്തിലുള്ള പുകഴ്ത്തലുണ്ട്, ആക്ഷേപിക്കപ്പെട്ട തരത്തിലുള്ള പുകഴ്ത്തലുണ്ട്. ജാ ഫി സ്വഹീഹൈനി മിൻ ഹദീസ് അബീ ബക്ർ റളിയല്ലാഹു അൻഹു قال صلى الله عليه وسلم إذا كان أحدكم مادحا صاحبه നിങ്ങളിൽ ആരെങ്കിലും തന്റെ കൂട്ടുകാരനെ പുകഴ്ത്തുകയാണെങ്കിൽ ലാ മഹാല അതിന് തടസ്സമില്ല ഫൽയഖുൽ അഹ്സബു ഫുലാനൻ വല്ലാഹു ഹസീബു വലാ ഉസക്കി അലല്ലാഹി അഹദൻ ഇങ്ങനെ പറയട്ടെ, ഞാൻ അങ്ങനെയാണ് അവനെക്കുറിച്ച് വിചാരിക്കുന്നത്, അള്ളാഹു ആണ് ഹസീബ്, അള്ളാഹു ആണ് കണക്ക് നോക്കുന്നവൻ. അതേപോലെ വലാ ഉസക്കി അലല്ലാഹി അഹദൻ അള്ളാഹുവിന്റെയും മേലെ ഞാൻ ആർക്കും തസ്കിയ നൽകുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവനെ പുകഴ്ത്തട്ടെ. الذي يثني عليك ويمدحك هذا يجعلك تعجب بنفسك وتفتخر بنفسك وربما استصغرت الناس امامك. അല്ലാത്ത നിലക്കുള്ള മദ്മൂമായി ആക്ഷേപിക്കപ്പെടുന്ന തരത്തിലുള്ള പുകഴ്ത്തലാണെങ്കിൽ നീ അവനെ പുകഴ്ത്തുന്നത് കൊണ്ട് അവൻ സ്വന്തം നഫ്സിൽ അത്ഭുതം കൂറും. സ്വന്തം നഫ്സിൽ അവൻ അഹങ്കാരം നടിക്കും. ചിലപ്പോ അവന് മറ്റ് ജനങ്ങളെ കൊച്ചാക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ റഅയ്തുമുൽ മദ്ദാഹീൻ ധാരാളമായി പുകഴ്ത്തുന്നവരെ നിങ്ങൾ കണ്ടാൽ ഫഹ്തു ഫീ വുജൂഹിഹിം തുറാബ് അവന്റെ മുഖത്തേക്ക് നിങ്ങൾ മണ്ണെറിയുക. ഇല്ലാ ഇദാ ഉലിമ അന്ന الرجل الممدوح مريعا لنفسه ومهينا لنفسه عالما بربه عز وجل فقد مدح رسول الله بعد الصحابة مدح أبا بكر ومدح عمر ومدح عثمان وبشرهم بالجنة. നേരെ മറിച്ച് ഇനി പുകഴ്ത്തപ്പെടുന്ന ആള് അല്ലാഹു തആലയെ കുറിച്ച് വ്യക്തമായ അറിവുള്ള, സ്വന്തം നഫ്സിനെ ഉജ്ബിന്റെ കാര്യത്തിൽ നിന്നും കിബറിൽ നിന്നൊക്കെ ഭയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അവനെ പുകഴ്ത്താം, അത് ജായിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സ്വഹാബികളെ പുകഴ്ത്തിയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിനെ പുകഴ്ത്തി, ഉമർ റളിയല്ലാഹുവിനെ പുകഴ്ത്തിയിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹുവിനെ പുകഴ്ത്തി. അവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. ബിഅന്നഹു അലിമ അന്നഹും മാ സയദ്ഹബൂന ബിഅൻഫുസിഹിം വലാ സയജബ ബിഅൻഫുസിഹിം അമ്മാ ഇദാ അലിംത അന്ന الرجل ضعيف النفس وسيتعاظم فلا تمدحه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, അങ്ങനെ പുകഴ്ത്തിയത് കൊണ്ട് അവർ സ്വന്തം നഫ്സിൽ അത്ഭുതം കൂറുകയോ അങ്ങനെയൊന്നും അവരിൽ നിന്ന് ഈ സഹാബികളും സംഭവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. നേരെ മറിച്ച് ദഈഫായിട്ടുള്ള മനസ്സ് ദഈഫായ വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ പുകഴ്ത്തി കഴിഞ്ഞാൽ അവന് സ്വയം പെരുമ നടിക്കും, അല്ലെങ്കിൽ താൻ മഹാനാണ്, കുറച്ച് മഹത്തുള്ള ആളാണ്. അങ്ങനെ സ്വന്തത്തിൽ കിബ്ർ തോന്നുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ അവസ്ഥയിൽ അവനെ പുകഴ്ത്താൻ പാടില്ല. ഇങ്ങനെ രണ്ട് തഫ്സീലുകൾ അതിലുണ്ട്. മസാലത്ത് അൽ മദ്ഹ്, പുകഴ്ത്തുന്നതുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ഇങ്ങനെയുള്ള രണ്ട് തഫ്സീലുകളാണ്. ആ പുകഴ്ത്തപ്പെടുന്ന വ്യക്തി പുകഴ്ത്തി കഴിഞ്ഞാൽ സ്വന്തം നഫ്സിൽ അത്ഭുതം കൂറുകയും കിബ്ർ നടിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഫലാ യജൂസു മദ്ഹു അവനെ മദ്ഹ് ചെയ്യൽ ജായിസല്ല, അനുവദനീയമല്ല. وإذا علمت أنه عالم بالله وعالم بنفسه അള്ളാഹു തആലയെ അറിയുന്ന, അള്ളാഹുവിൻ സ്വന്തം നഫ്സിന്റെ അവസ്ഥ അറിയുന്ന, അള്ളാഹു തആലയെ ഭയപ്പെടുന്ന ഒരുവനാണെങ്കിൽ ഫലാ ബഅസ അവനെ പുകഴ്ത്തുന്നതിൽ തെറ്റില്ല. فإن العالم كما ازداد علما كما كلما ازداد علما بنفسه فأنه جاهل.
ഒരു യഥാർത്ഥ ആലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇൽമ് വർദ്ധിക്കുന്നതും തോറും അവൻ സ്വയം മനസ്സിലാക്കും താനൊരു ജാഹിലാണ്, താനെല്ലാം അറിഞ്ഞ ആളാണെന്നല്ല, നേരെമറിച്ച് താനൊരു ജാഹിലാണ് എന്നാണ് ഒരു ആലിം മനസ്സിലാക്കേണ്ടത്. ഇലാഹുന സുബ്ഹാനക വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام